തെരഞ്ഞെടുപ്പാണെങ്കിലും അല്ലെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ നിലനിൽപ്പ് മുദ്രാവാക്യങ്ങളിലൂടെ ആണെന്ന് പറയാം. അത്ര സാംസ്കാരിക ഔന്നത്യവും രാഷ്ട്രീയ ബോധവുമുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു പണ്ട് നമ്മുടെ രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാം തന്നെ. ഒരു ബെറ്റർ സൊസൈറ്റി, ഒരു നല്ലൊരു സമൂഹം മനസ്സിൽ കണ്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യങ്ങളായിരുന്നു എല്ലാം തന്നെ വളരെ കാലികവുമായിരുന്നു. വളരെ സാംസ്കാരികമായ ഔന്നിത്യവും വളരെ രാഷ്ട്രീയ ബോധമുള്ള മുദ്രാവാക്യങ്ങൾ ആയിരുന്നു. വിളിച്ചു പറയുന്ന മുദ്രാവാക്യങ്ങളിൽ നിന്ന് തന്നെ കൊടിയടയാളങ്ങൾ ഇല്ലാതെ തന്നെ അത് ഏത് രാഷ്ട്രീയ കക്ഷിയെ പ്രതിനിധാനം ചെയ്യുന്ന മുദ്രാവാക്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അത് ഇന്ന് തെരഞ്ഞെടുപ്പ് ജയങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം തന്നെ ഈവൻറ്റ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ PR വർക്കുകളൊക്കെയാണ് തീരുമാനിക്കുന്നത്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. ഈ മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ തൊഴിലാളികളുടെയും അല്ലെങ്കിൽ അണികളുടെയും മനസ്സിൽ നിന്നും തൊണ്ടയിൽ നിന്നുമായിരുന്നു പിറവിയെടുത്തിരുന്നത്. അതുമല്ല, ഉള്ളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പോരാ, ഉള്ളിൻ്റെ ഉള്ളിലെ ജ്വലിക്കുന്ന രാഷ്ട്രീയ ബോധത്തിൽ നിന്ന് പിറവിയെടുത്ത് ഉരുത്തിരിഞ്ഞു വന്നിരുന്ന മുദ്രാവാക്യങ്ങൾ ആയിരുന്നു എല്ലാം തന്നെ. കേൾവിക്കാരെ അല്ലെങ്കിൽ സമൂഹത്തിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു. അധികാരികളെ വിറപ്പിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു. ചില മുദ്രാവാക്യങ്ങളൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടത് എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യങ്ങളൊക്കെ ഗംഭീരമാണ്, മനോഹരമാണ് മുദ്രാവാക്യങ്ങളൊക്കെ. സാമ്രാജ്യത്വം തുലയട്ടെ, ഇൻക്വിലാബ് സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, കർഷക ഭൂമി കർഷകനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മുദ്രാവാക്യങ്ങളുണ്ട്. അതുമാത്രമല്ല, കോൺഗ്രസ്സുകാരും ഗംഭീര മുദ്രാവാക്യങ്ങളൊക്കെ ആ കാലഘട്ടത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ അന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തായിരുന്നു ചെറിയാൻ ഫിലിപ്പ്, നല്ല നേതാവായിരുന്നു, വിദ്യാർത്ഥി നേതാവായിരുന്നു, എനിക്കൊക്കെ ഓർമ്മയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. അദ്ദേഹം പറഞ്ഞൊരു മുദ്രാവാക്യമുണ്ട്, EMSനെ EM പൂശി ഈയൽ പോലെ പറപ്പിക്കും എന്ന് വിളിച്ചു പറഞ്ഞ അദ്ദേഹം ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം യുവത വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അരി തരാത്ത, തുണി തരാത്ത, ഇടി തരുന്ന ഭരണകൂടമേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുദ്രാവാക്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പൊളിറ്റിക്കൽ ക്രൈസിസ് കരുണാകരൻ്റെ ഒരു ഭരണകാലത്ത്, അധികകാലം കരുണാകരനെ ആ സമയത്ത് ഭരിക്കാൻ സാധിച്ചിട്ടില്ല. ചാക്കോ തോന്നുന്നുണ്ട്, ചാക്കോ ഒഴിഞ്ഞു, കക്കൂറ് മാറി തോന്നുന്നുണ്ട്, KK ബാലകൃഷ്ണൻ പോയി. അപ്പോൾ അന്ന് അവർ നടത്തിയിരുന്ന ഒരു ജാഥയിൽ അവർ പറഞ്ഞിരുന്നതാണ്, ബാലകൃഷ്ണനെ പിടിക്കോ ബാലുശ്ശേരിക്ക് അയക്കൂ, ചാക്കോനെ പിടിക്കൂ ചാക്കിൽ കെട്ടി താഴ്ത്തു, കുറ്റിയാനെ പിടിക്കൂ കുറ്റിച്ചൂല് കൊണ്ടടിക്കൂ എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യങ്ങളുണ്ട്. വളരെ മാന്യമായിട്ടുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ വേറെ പുന്നപ്ര വയൽ സമരത്തിൽ മർദ്ദനമേറ്റപ്പോൾ അയ്യോ എന്ന് വിളിക്കാതെ, അമ്മേ എന്ന് വിളിക്കാതെ, ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞവരെ അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് അവർ വളരെ വിപ്ലവ തീക്ഷ്ണതയുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു. ഇരുകൂട്ടർക്കും അങ്ങനെ തന്നെയുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു. അധികാരികളെ നിലയ്ക്ക് നിർത്തുന്ന, ഇത് ജനാധിപത്യം തന്നെയാണ്, ഇവിടെ ആരും എല്ലാവരും സമന്മാരാണ്, ആരും മുന്നിലും പിന്നിലോ അല്ല എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങൾ തന്നെയായിരുന്നു അന്നൊക്കെ എല്ലാവരും വിളിച്ചു പറഞ്ഞത്. പ്രതിഷേധ സമരങ്ങളിലും ഒക്കെ പ്രതിഷേധ ജ്വാലയ്ക്കൊക്കെ തീ കൊളുത്തുന്ന മുദ്രാവാക്യങ്ങളൊക്കെയാണ് ഇതൊക്കെ തന്നെയായിരുന്നു. ഭാരത ആംബ ഇന്ദിരാഗാന്ധി
ഈ ഭാരതദുർഗ ഇന്ദിരാഗാന്ധി എന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോൾ അതിന് വിപരീതമായിട്ട് അതിന് പ്രതിഷേധിച്ചുകൊണ്ട് ഇവർ പറഞ്ഞതാണ് ഭാരതയക്ഷി ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞത്. അങ്ങനെയുണ്ടായിരുന്നു. പിന്നീട് റഷ്യയിൽ നിന്ന് ആരോ വന്ന് റഷ്യൻ പ്രസിഡന്റ് ഇവിടെ വന്ന് പിന്നെ കോൺഗ്രസുമായി യോജിച്ച് ഭരണം നടത്തിയപ്പോൾ കളിയാക്കിയിട്ട് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. റഷ്യക്കാരൻ വന്ന് ഗാന്ധി തൊപ്പി ധരിച്ചപ്പോൾ ഇന്ദിര ഞങ്ങളുടെ പെങ്ങളാണെന്ന് പറഞ്ഞോരേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ കളിയാക്കിയിട്ടൊക്കെ നല്ല രസത്തിൽ ആൾക്കാർ പരസ്പരം സാംസ്കാരികമായും രാഷ്ട്രീയമായും മുട്ടിമുട്ടിയിരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു രാഷ്ട്രത്തിലെ ഏറ്റവും അധികം വേണ്ടത് സാംസ്കാരികമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ കാണേണ്ടത്, രാഷ്ട്രീയപരമായിട്ടാണ് നേരിടേണ്ടത്. അതല്ലാതെ വിമർശനങ്ങളെ പേടിച്ചിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ആ വിമർശനങ്ങൾ അസഹിഷ്ണുതയോടെ കാണുകയും അടിച്ചമർത്തുകയും ഒന്നുമല്ല അന്നത്തെ കാലത്ത് ആൾക്കാർ ചെയ്തത്. കരുണാകരൻ ഗുരുവായൂർ വന്നപ്പോൾ, എൻ്റെ നാട് ഗുരുവായൂരാണേ, ഞാൻ ചെറിയ കുട്ടിയെ ആയിരിക്കുമ്പോഴാണ് കരുണാകരൻ ഗുരുവായൂർ വന്ന് തൊഴുതുമ്പോൾ, ചെറിയ കുട്ടിയുടെ കൊച്ചുകുട്ടിയല്ല, കോളേജിലെ ഫസ്റ്റ് പ്രീ ഡിഗ്രി ഒറ്റ പഠിക്കുമ്പോൾ. അപ്പോൾ കരുണാകരനെ കയറിയൊരു വിനോദിനി എന്ന് പറഞ്ഞ സംഘപരിവാറിൻ്റെ ഒരു സ്ത്രീ ഒറ്റപ്പിടുത്തം ജുബ്ബ അങ്ങോട്ട് പിടിച്ച് വലിച്ച് കയറിയിട്ടുണ്ട്. അത് പ്രതിഷേധത്തിൻ്റെ ഒരു കരുണാകരൻ വരുമ്പോൾ ഞങ്ങളൊക്കെ വരും, ഇതേ കരുണാകരൻ്റെ വണ്ടി വരുന്നു, ജീവനിൽ കൊതിൻ്റെയൊക്കെ മാറി എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ച്. കാരണം കരുണാകരൻ മുന്നിലേക്ക് എടുത്ത് ചാടുകയാണ് കരിങ്കൊടിയൊക്കെ ഇട്ട്. അന്നൊക്കെ എത്ര രാഷ്ട്രീയപരമായിട്ടായിരുന്നു ആൾക്കാരെ നേരിട്ടിരിക്കുന്നത്. ഇങ്ങനെയൊന്നും ഭയങ്കര സെക്യൂരിറ്റി ഇല്ല, ഒന്നുമില്ല. എന്നത്തെ കാലം മാറി, കുറേയൊക്കെ നമ്മൾ കരുതലെടുക്കണം. ഇപ്പൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനനുസരിച്ച് മനുഷ്യന്മാർക്ക് കറപ്റ്റഡ് അല്ലാതെ ആവുന്നില്ല. വളരെയധികം കറപ്റ്റഡ് ആകുമ്പോഴാണ് ഈ സെക്യൂരിറ്റിയുടെ നമ്പർ കൂട്ടേണ്ടതൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ മുദ്രാവാക്യങ്ങളുടെ കാര്യമാണ്. അപ്പം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തന്നെ വിപ്ലവ പാർട്ടിയാണ്. അവർ കാറൽ മാർക്സ് എന്താ പറയുന്നത്, ഫാമിലി, സ്റ്റേറ്റ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി മൂന്നും തകർക്കപ്പെടേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ കോംപ്രമൈസ് നിന്ന് നമ്മുടെ ഇങ്ങനെ ഒരു കൾച്ചറിനോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു ഭരണമൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ്. അതൊന്നും നമ്മൾ തെറ്റു പറയുന്നില്ല. നമ്മുടെ ഒരു സ്വകാര്യ സ്വത്ത് ഭരണകൂടം അതൊക്കെ തകർക്കപ്പെടേണ്ടതാണ്. ഫാമിലി, സ്റ്റേറ്റ്, കുടുംബം, സ്വകാര്യ സ്വത്ത് ഭരണകൂടം മൂന്നും തകർക്കപ്പെടേണ്ടതാണെന്ന് പറയുന്ന ഏകദേശമൊക്കെ കുടുംബമൊക്കെ തകർന്നു വന്നു തുടങ്ങിയൊക്കെ ലിവിങ് ടുഗദറൊക്കെ ആക്കി. ഇവിടുത്തെ സുപ്രീം കോടതി ജുഡീഷ്യറി പോലും അത് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോൾ ഞാൻ കുടുംബത്തിനെ തള്ളിപ്പറയുകയോ കുടുംബത്തിനെ ഗ്ലോറിഫൈ ചെയ്യുകയോ അല്ല. നല്ല കുടുംബമുണ്ടായ ഏറ്റവും നല്ലത്, നല്ല വീട്ടിൽ നല്ല അന്തരീക്ഷത്തിൽ വളർന്ന നല്ല തലമുറ ഉണ്ടാകും, അതൊന്നും ഞാൻ തള്ളി പറയുന്നില്ല. പക്ഷേ കാറൽ മാർക്സ് പറഞ്ഞിട്ടുള്ളത് അതൊരു നെഗറ്റീവ് സെൻസിലല്ല. മാത്രമല്ല കാറൽ മാർക്സിൻ്റെ മരണശേഷം കൂട്ടുകാരൻ ഏംഗൽസ് പൊതുമൊലയൂട്ടൽ ചടങ്ങ് നടത്തിയിട്ടുണ്ട്. അച്ഛനാരാന്ന് അന്വേഷിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് അതിലേക്കാണ്. അച്ഛനാരാന്നും അന്വേഷിച്ചിട്ടില്ല, അമ്മയാരാന്നും പറയുന്നില്ല. കുട്ടികളൊക്കെ സ്റ്റേറ്റിൻ്റെയാണ്. അല്ലാണ്ട് എല്ലാവരും മുലയൂട്ടുന്ന അമ്മമാരെല്ലാവരും ഇവിടെ വന്ന് ഇവിടെ അണിചേരൂ, ഇവിടെ നമുക്ക് പൊതുമൊലയൂട്ടൽ ചടങ്ങ് നടത്താം എന്ന് പറഞ്ഞ് വലിയൊരു സന്ദേശം കൊടുക്കുന്നുണ്ട് ഒരു പരിപാടി ആംഗൽസ് നടത്തുകയും ചെയ്തു. അങ്ങനത്തെ ഒരു പാർട്ടിയുടെ അണികൾ ഇന്നലെ നടത്തിയ മുദ്രാവാക്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയാൻ വരുന്നത്. അവിടെ ചിന്ത ജെറോം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ഒരു സ്ത്രീ ആണ് വിളിച്ചു പറയണത്. ആരോ വിളിച്ചു പറയുന്നുണ്ട്, ചേർന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ കറക്റ്റ് ചെയ്യാതിരുന്നു. ഇത് നാണം കെട്ട പരിപാടി, ഈ 21 നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ പരിപാടി പറയില്ല. അച്ഛനില്ലാ നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ, അമ്മയ്ക്ക് പിറന്ന പട്ടികളെ എന്ന് പറയുന്നത്, ഇതൊക്കെ എത്ര സംസ്കാരശൂന്യമാണ്. അച്ഛനില്ലാ നേരത്ത് അമ്മയ്ക്ക് പിറന്ന കുട്ടികളെ എന്ന് പറയുന്നത്. ഇത് വിദേശത്തൊക്കെ ഇപ്പോൾ സിംഗിൾ പാരൻസ് അനവധിയുണ്ട്. പ്രസവിക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരു സ്ത്രീയുടെ അവകാശമാണ്. അവർക്കൊരു കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാതെ പ്രവർത്തിക്കാനുള്ള അവകാശമൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഭരണഘടനയും നമ്മുടെ ജുഡീഷ്യറിയൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അച്ഛൻ വേണം, അച്ഛനായിട്ടൊരാളെ കൊണ്ടുനടക്കണമെന്നൊന്നും ഇപ്പോൾ വലിയ നിർബന്ധമൊന്നുമില്ല. കൊണ്ടുനടന്നാൽ കുട്ടിക്ക് നല്ലത്, ഒരു ഫാദർ ഫിഗർ ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ സ്ട്രെങ്ത്തിന് നല്ലത്. തിരിച്ച് കുട്ടിയെ വളർത്തുമ്പോൾ ഒരു ഷോൾഡർ ഉണ്ടെങ്കിൽ അതും നല്ലത്. അല്ലെങ്കിൽ തിരിച്ചടി കിട്ടുമ്പോൾ അമ്മ ഒറ്റയ്ക്ക് കൊള്ളേണ്ടി വരും. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെ റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി ഒന്നുമല്ല. അപ്പോൾ അച്ഛനില്ലാ നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ എന്നാണ് പറയുന്നത്. എത്ര മോശമാണ്, എത്ര സ്ത്രീവിരുദ്ധതയാണ് ഈ പറഞ്ഞുകൊണ്ട്. എത്ര പുരോഗമനമായ പാർട്ടി, സ്റ്റേറ്റ് പ്രോപ്പർട്ടി, ഫാമിലി, സ്റ്റേറ്റ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി മൂന്നും തകർക്കപ്പെടണം എന്നുള്ള ആൾക്കാർക്ക് അതിനെ ഒരു സ്റ്റിഗ്മയാക്കിയിട്ടാണ് കണ്ടേക്കുന്നത്. പണ്ട് സത്യൻ്റെ പഴയ സേതുമാധവൻ്റെ ആരാ സിനിമാ സംവിധായകനെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അതൊരു ഷീലയും സത്യ വളരെ
അങ്ങനെ ഉണ്ടായ ഒരു വേലക്കാരിക്ക്, ശാരദ എന്ന വേലക്കാരിക്ക് ഉണ്ടായ ഒരു കുട്ടീനെ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ സത്യനൊക്കെ വളരെയധികം മോറൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അവർക്ക്, അവരെ വളർത്താനും അവർക്ക് ആ പ്രായത്തിൽ അവർക്കും വികാരമൊക്കെ ഉള്ളവരല്ലേ, അത് അങ്ങനെ സംഭവിച്ചു പോയി, ഇനി നമുക്ക് അവളെ സപ്പോർട്ട് ചെയ്യാമെന്നുണ്ട്. അങ്ങനത്തെ ഒരു സന്ദേശമായിരുന്നു അന്നത്തെ കാലത്തൊക്കെ കൊടുത്തിരുന്നത്. ഇത് അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ എന്ന് പറഞ്ഞു. ഈ ചെയ്ത ആൾക്കാരുടെ അമ്മ അച്ഛനും മോശക്കാരാണോ? അതിന് അവരുടെ ഭരണഘടനാപരമായ അവകാശമാണ് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ അവർ പ്രതിപക്ഷത്തിൻ്റെ പണി പിന്നെ പ്രതിഷേധിക്കൽ തന്നെയല്ലേ. അവരവരുടെ പണി ചെയ്യുന്നു, ഭരണപക്ഷത്തിൻ്റെ പണി ചെയ്യുന്നു. ഇരുകൂട്ടരും പണി ചെയ്താലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ രാഷ്ട്രീയപരമായി നേരിടേണ്ടതിന് പകരം ആ പ്രതിഷേധിച്ച ചെക്കൻ്റെ അമ്മയെ ഡിമോറലൈസ് ചെയ്യുക എന്ന ഒരു മുദ്രാവാക്യമാണ്. അപ്പോൾ അവൻ്റെ അമ്മയെയാണ് മഹാമോശമായി ചെയ്ത 2 പിള്ളേരുടെ അമ്മമാർ എന്ത് പിഴച്ചു ഇത്രയും മോശമായ മുദ്രാവാക്യം പറയാനായിട്ട്? അവർ രാഷ്ട്രീയക്കാരാണ്, രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം വീട്ടിലിരിക്കുന്ന അമ്മയെ എത്ര മോശമായി പറഞ്ഞു. അമ്മ ഇനി ഉണ്ടായാൽ തന്നെ രണ്ടുപേരും സ്നേഹത്തിൻ്റെ ഒരു ഫലമാണ് അതൊക്കെ. അതിന് ഇവർ ഇത്രയും ഒരു 18-ാം നൂറ്റാണ്ടിലൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ വലിയ വിഷയം ഉണ്ടായിരുന്നു. നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ അഡ്വൻറ്റോട് കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷയങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുവരെ നമ്മുടെ നാട്ടിൽ വിവാഹം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ചിന്താ ജെറോം വിദ്യാഭ്യാസം ചിന്തിച്ചിട്ടുള്ള സ്ത്രീയാണ്, PhD ആണെന്നൊക്കെ പറയുന്നു. ആ സ്ത്രീ പറഞ്ഞ ഭാഷയാണ് ഇപ്പം അവർ പങ്കെടുത്ത ഒരു പ്രൊസഷനിലെ അവരുടെ സ്ലോഗനാണ് ഇത് എന്നുള്ളത്. എത്ര മോശമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം മുദ്രാവാക്യങ്ങളൊക്കെ വളരെ മോശമാണ്. നന്ദി, നമസ്കാരം.